നമുക്ക് ദൈവവചനത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഇന്നത്തെ ബൈബിൾ ക്ലാസ് ആരംഭിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായമാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. 10-ാം അധ്യായത്തിൻ്റെ ഏതാണ്ട് പകുതി ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയുണ്ടായി. ഈ ബൈബിൾ ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്ന എല്ലാ ബഹുമാന്യ സഹോദരി സഹോദരന്മാർക്കും സൂമിൽ കൂടെയും അതുപോലെ യൂട്യൂബ് മീഡിയയിൽ കൂടെയും ഒക്കെ ഈ പല പ്ലാറ്റ്ഫോംസിൽ കൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഹൃദ്യമായ സ്വാഗതം അരുളുന്നു. ദൈവവചനമായ ബൈബിൾ വളരെ വിലപ്പെട്ടതാണ്. അതിനെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ ഒരിക്കൽ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കൽ ഉണ്ടല്ലോ. അതെ, ദൈവവചനമായ ബൈബിളിനെ കുറിച്ച് പറഞ്ഞാൽ അത് നിത്യജീവന്റെ വചനങ്ങളാണ്. ആ വചനത്തിലേക്ക് പ്രാർത്ഥനയോടെ നമുക്ക് അടുത്തു വരാം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലിന് ദീപമാണ്, നമ്മുടെ പാതയ്ക്ക് വെളിച്ചവും പ്രകാശവുമായിരിക്കുന്നു. അത് മുമ്പോട്ടുള്ള ശരിയായ ഡയറക്ഷൻ നമ്മെ കാണിച്ചു തരുന്നു, നമുക്ക് ദിശാബോധം നൽകുന്നു. ആകയാൽ പ്രാർത്ഥനയോടെ ദൈവവചനം നമുക്ക് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ വിവാഹത്തിൻ്റെ പരിപാവനതയെക്കുറിച്ച് കർത്താവായ യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചു. അത് വളരെ മുഖ്യമായ വിഷയമാണ്. അതോടൊപ്പം ഒരു യുവ പ്രമാണി യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത് നാം കേൾക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് യേശു തൻ്റെ മരണത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്ന ഭാഗമാണ് ആദ്യം നാം പഠിക്കുവാനായിട്ട് പോകുന്നത്. നമുക്ക് 10-ാം അധ്യായം 32 മുതലുള്ള വാക്യങ്ങൾ നോക്കാം. 10-ാം അധ്യായം 32 മുതൽ യേശുവും ശിഷ്യന്മാരുമായിട്ട് അവർ ഗലീല പ്രദേശങ്ങളിൽ നിന്നും യെരുശലേമിലേക്ക്, അതായത് തെക്കേ ദിശയിലേക്ക് യാത്ര പോകുന്ന ഭാഗമാണ് നാം ചിന്തിക്കുന്നത്. അവർ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. യേശു അവർക്ക് മുമ്പായി നടന്നു. അവർ വിസ്മയിച്ചു, അനുഗമിക്കുന്നവരോ ഭയപ്പെട്ടു. അവർ പിന്നെയും 12 കൂട്ടിക്കൊണ്ട് അവരോട്, ഇതാ നാം യെരുശലേമിലേക്ക് പോകുന്നു. അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിച്ച് ജാതികൾക്ക് ഏൽപ്പിക്കും. അവർ അവനെ പരിഹസിക്കുകയും തുപ്പുകയും തല്ലുകയും കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നിങ്ങനെ തനിക്ക് സംഭവിപ്പാനുള്ളത് പറഞ്ഞു തുടങ്ങി. നാം ഇവിടെ കാണുന്ന കാര്യം, കർത്താവായ യേശു തൻ്റെ യെരുശലേമിലേക്കുള്ള യാത്രയാണ് ഇവിടെ നടത്തുന്നത്. യേശു ഈ കുറേ കാലമായിട്ട് ഗലീലയുടെ ചുറ്റുമായിരുന്നു. അത് വടക്കൻ ദേശമാണ്. ഗലീലയിൽ നിന്ന് യേശു വടക്കോട്ട് യാത്ര ചെയ്ത് മറുരൂപമലയിൽ ഗോലൻ ഹൈറ്റ്സിലുള്ള ഉയർന്ന മലയിലേക്ക് കടന്നുപോയി. അത് കഴിഞ്ഞിട്ട് യേശു തിരിച്ച് വീണ്ടും ഗലീലയിലേക്ക് വന്നു. അതിനുശേഷം ഗലീലയിൽ നിന്ന് വീണ്ടും തെക്കോട്ട് യാത്ര ചെയ്ത് ശമര്യയുടെയും യഹൂദ്യയുടെയും അതിർത്തിയിലാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം യേശുവിനെ കണ്ടത്. ഇന്ന് യേശു അവിടെ നിന്ന് വീണ്ടും കുറച്ചുകൂടെ തെക്കോട്ട് യാത്ര ചെയ്യുകയാണ്. അതാണ് നാം ഈ ഭാഗത്ത് കാണുന്നത്. യേശുവിൻ്റെ അവസാനത്തെ യാത്രയാണ്. ഇനിയും മടങ്ങി അദ്ദേഹം ഗലീലയിലേക്ക് പോകുന്നില്ല. അദ്ദേഹം യെരുശലേമിലേക്ക് പോവുകയാണ്. അവിടെ യേശുവിൻ്റെ ക്രൂശീകരണവും അന്ത്യവും ഉയർത്തെഴുന്നേൽപ്പും എല്ലാം വരാൻ പോവുകയാണ്. ഇവിടെ നാം വായിക്കുന്നത് 32-ാം വാക്യം നോക്കുക. യേശു അവർക്ക് മുമ്പായി നടന്നു. യേശു ഒരിക്കൽ പറഞ്ഞു, ഞാൻ നല്ല ഇടയനാണ്. ഇടയന്മാരുടെ സ്വഭാവമാണ് ആടുകൾക്ക് മുമ്പായി നടന്നു പോവുക എന്നുള്ളത്. നല്ല ഇടയനായ യേശു തൻ്റെ ശിഷ്യന്മാരുടെ മുൻപിൽ അവർ നടന്നു പോകുന്ന കാര്യം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. യേശു ഒരു നല്ല ഇടയനാണ്. അവൻ നമുക്ക് മുമ്പായിട്ട് നടക്കുന്നവനാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 4-ാം വാക്യം നോക്കുക. ജോൺ 10:4. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ആടുകൾ യേശുവിനെ അനുഗമിക്കുന്നു, ഇടയനെ അനുഗമിക്കുന്നു. ഇവിടെ യേശു അവർക്ക് മുമ്പായി നടന്നുകൊണ്ട് പോവുകയാണ്. യേശുവിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കും, യേശു നമ്മുടെ ഒരു നല്ല നേതാവാണ്. അവനൊരു ദാസനായി ശുശ്രൂഷിക്കുന്ന ഒരു നേതാവാണ്. ഹീസ് എ സെർവൻറ്റ് ലീഡർ എന്ന് പറയാൻ കഴിയും. ഒരു നല്ല നേതാവാണ് യേശു. നമുക്ക് ദൈവം ഇങ്ങനൊരു നല്ല നേതാവിനെ തന്നതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 33-34 വചനങ്ങൾ നോക്കുക. അവിടെ യേശു തനിക്ക് യെരുശലേമിൽ സംഭവിപ്പാനുള്ള കഷ്ടാനുഭവങ്ങളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഒക്കെ ശിഷ്യന്മാരോട് പറയുകയാണ്. ഈ ശിഷ്യന്മാർക്ക് ഇങ്ങനെയുള്ള നേരത്തെയുള്ള
അറിവ് കൊടുക്കുന്നത് അവർക്ക് പ്രയോജനമാണ്. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിൽ ഒന്ന് ഒരുങ്ങാനും തയ്യാറാകാനും, പെട്ടെന്ന് കഷ്ടാനുഭവങ്ങൾ വരുമ്പോൾ അയ്യോ എന്ന് നിലവിളിക്കാതെ ഇതൊക്കെയും ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് അറിഞ്ഞ് അവർക്ക് മനസ്സിൽ ഒരുങ്ങാൻ വേണ്ടിയാണ് യേശു അവരോട് ഈ കാര്യങ്ങളൊക്കെയും പറയുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിലും ഇതുപോലെ യേശു തനിക്ക് വരാൻ പോകുന്ന പീഡാനുഭവങ്ങളെക്കുറിച്ചും കഷ്ടാനുഭവങ്ങളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും ഒക്കെ 8-ാം അധ്യായത്തിൽ താൻ പറഞ്ഞത് നാം പഠിക്കുകയുണ്ടായി. അതേ തുടർന്ന് നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 3 പ്രാവശ്യം യേശു തനിക്ക് വരാൻ പോകുന്ന പീഡകളെക്കുറിച്ചും മരണത്തെക്കുറിച്ചും ക്രൂശീകരണത്തെക്കുറിച്ചും ഒക്കെയും ശിഷ്യന്മാർക്ക് നേരത്തെ അവരെ മുന്നറിയിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഇത് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമുക്ക് മുമ്പിൽ വരാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ദൈവം നമ്മെ പലപ്പോഴും പഠിപ്പിക്കാറുണ്ട്. എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതങ്ങൾ വളരെ സുഖവും സന്തോഷവും ഉള്ളതായിരിക്കണമെന്നില്ല. നമ്മുടെ രാജ്യത്തും അനേകം പീഡകളും ഒക്കെ ദൈവമക്കൾക്ക് ഈ കാലങ്ങളിൽ നേരിടുന്നുണ്ട്. എന്നാൽ പീഡകൾ നമ്മുടെ അവകാശമാണ്, നമുക്ക് ദൈവം വെച്ചിട്ടുള്ളതാണെന്ന് അറിയുമ്പോൾ നമുക്ക് അതിനെ സ്തോത്രത്തോടെ കൈകാര്യം ചെയ്യാനായിട്ട് കഴിയും. ഇവിടെ യേശു ഇവർക്കിത് പറഞ്ഞു കൊടുത്തെങ്കിലും ശിഷ്യന്മാർക്ക് അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവർ അത് കേട്ടു, ഗ്രഹിച്ചില്ല. അവരെ സംബന്ധിച്ച് ഒരുപക്ഷെ യേശു മറ്റൊരു ഉപമ പറഞ്ഞതുപോലെ അവരിത് ചിന്തിച്ചു കാണും. തങ്ങളുടെ നേതാവ് പെട്ടെന്ന് മരിക്കും, അവന് പീഡകളും കഷ്ടങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് അത് മനസ്സിലാക്കുവാൻ അത്ര എളുപ്പം ആയിരുന്നില്ല. ദൈവം നമുക്ക് പല കാര്യങ്ങളെയും മുന്നറിയിക്കാറുണ്ട്. ഇവിടെ നോക്കുക, എന്തൊക്കെയാണ് തനിക്ക് സംഭവിപ്പാൻ പോകുന്നത് എന്ന് യേശു പറഞ്ഞു. അത് 34-ാം വാക്യം നോക്കുക. അവർ അവനെ പരിഹസിക്കുകയും തുപ്പുകയും തല്ലുകയും കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നിങ്ങനെ തനിക്ക് സംഭവിപ്പാനുള്ളത് ശിഷ്യന്മാരോട് പറഞ്ഞു തുടങ്ങി. ഇവിടെ ഈ കാര്യങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. ആളുകൾ തന്നെ പരിഹസിക്കും, അവനെ ചാട്ട കൊണ്ട് അടിക്കും, അവൻ്റെ മുഖത്ത് തുപ്പും, അവനെ ക്രൂശിൽ തറച്ച് ക്രൂരമായി നിന്ദ്യമായ രീതിയിൽ അവനെ കൊല്ലും. ഈ കാര്യങ്ങളൊക്കെ യേശുവിന് അറിയാമായിരുന്നു. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. എങ്കിലും അവർക്ക് അതിനെ കാര്യമായിട്ട് എടുക്കാനും വിശ്വസിക്കാനും അപ്പോൾ കഴിഞ്ഞില്ല. താൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും, താൻ മരിച്ചവരിൽ നിന്നും എഴുന്നേറ്റ് വരും എന്നുള്ള കാര്യവും യേശു അവരോട് പറയുകയുണ്ടായി. നമ്മുടെ ജീവിതത്തിലും മുൻപോട്ടുള്ള കാലങ്ങളിൽ എല്ലായ്പ്പോഴും കാര്യങ്ങൾ ഭംഗിയായിരിക്കണമെന്നില്ല. കഷ്ടപ്പാടും ഉപദ്രവങ്ങളും ഒക്കെയും ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം അതിനായിട്ട് ഒരുക്കമുള്ളവരായിരിക്കണം. നാം മാനസികമായിട്ടും ബുദ്ധിമുട്ടുകൾ നേരിടുവാൻ തയ്യാറായിരിക്കണം. ഒരു പ്രയാസവും ഉണ്ടാകരുതേ, ദൈവമേ എല്ലാ കാര്യങ്ങളും അനുകൂലമായി സുഖമായിരിക്കണമേ എന്ന് നാം ആരും പ്രാർത്ഥിക്കുകയും ചെയ്യണ്ട. ദൈവം അനുവദിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയോ വേദനയോ പ്രയാസങ്ങളോ രോഗങ്ങളോ ഒക്കെ വന്നാലും അതിനെ സഹിക്കാനും സ്തോത്രത്തോടെ അതിനെ കൈകാര്യം ചെയ്യാനും നാം പരിശീലിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ദൈവവചനത്തിൽ അനേകം പ്രാവശ്യങ്ങളിൽ ഈ കാര്യം അപ്പോസ്തലനായ പൗലോസും മറ്റും പറഞ്ഞിട്ടുണ്ട്. ശിഷ്യന്മാരോട് പറയുകയുണ്ടായി, നാം അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. പ്രവൃത്തികളുടെ പുസ്തകത്തിലും മറ്റും കാണുന്നുണ്ട്. അത് ദൈവമക്കൾക്ക് ദൈവം വെച്ചിരിക്കുന്നതാണ്. മറ്റൊരു ഭാഗത്ത് നാം വായിക്കുന്നു, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിപ്പാനും നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ഒരു വരം ദൈവം നൽകിയിരിക്കുന്നത് പോലെയാണ് കഷ്ടതകൾ ദൈവമക്കൾക്ക് ദൈവം വെച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും നിർണയത്തോടെ മുമ്പോട്ട് പോകണം. പ്രതിസന്ധികൾ വന്നാലും കർത്താവെ പിടിച്ചു നിൽക്കുവാനും, ജീവിതത്തെ ശപിക്കാതെ, സാഹചര്യങ്ങളെ പഴിക്കാതെ, സ്തോത്രത്തോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുവാനും സ്വീകരിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് ജീവിക്കാം. ഇന്നത്തെ 2-ാം ഭാഗം എന്ന് പറയുന്നത് 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള ആ ഭാഗങ്ങളാണ്. ഈ വാക്യങ്ങളിൽ പ്രധാനമായിട്ടും തുടക്കത്തിൽ നാം കാണുന്നത് യാക്കോബും യോഹന്നാനും, ഈ 2 ശിഷ്യന്മാർ, അവർ സഹോദരന്മാരാണ്. അവരുടെ ജീവിതത്തിൽ തങ്ങളുടെ അഭിലാഷം, തങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടും പ്രത്യാശയും പ്രതീക്ഷയും അവരുടെ ആഗ്രഹവും ഒക്കെ യേശുവിൻ്റെ അടുത്ത് വന്ന് പറയുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ആ ഭാഗം ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. 35-ാം വാക്യം നോക്കുക. സബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും യേശുവിൻ്റെ അടുക്കൽ വന്നു അവനോട്, ഗുരു, ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരാൻ അപേക്ഷിക്കുന്നുവെന്ന് പറഞ്ഞു. മത്തായി സുവിശേഷം എടുത്താൽ അവിടെ അതിൻ്റെ 20-ാം അധ്യായം 20-ാം വചനത്തിൽ നാം കാണുന്നത് യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും മാതാവും കൂടെ ഇവരോടൊപ്പം ചേർന്ന് അവർ 3 പേരും കൂടെ വന്ന യേശുവിനോട് ഈ റിക്വസ്റ്റ്, ഈ അപേക്ഷ കഴിക്കുന്നതായിട്ടാണ്. എൻ്റെ മക്കൾ 2 പേരും
നിന്റെ മഹത്വത്തിൽ ദൈവരാജ്യത്തിൽ ഒരാൾ ഇടത്തും ഒരാൾ വലത്തും ഇരിക്കണം. ഇതാണ് ആ മാതാവിൻ്റെ അഭ്യർത്ഥന. ഇവിടെ മാതാവ് വന്നതായിട്ട്, അമ്മ വന്നതായിട്ട് പറയുന്നില്ല. എങ്കിലും ഈ ശിഷ്യന്മാർ രണ്ടുപേരും കൂടെ ഈ രണ്ട് സ്ഥാനവും അവകാശമാക്കുവാൻ ആഗ്രഹിച്ച് അപേക്ഷിക്കുകയാണ്. പിന്നെ ആർക്കും യേശുവിൻ്റെ തൊട്ടടുത്ത് ഇരിക്കുവാൻ സാധ്യമല്ല. ഇവർക്ക് ഈ പദവി കിട്ടണം, ഈ പൊസിഷൻ വേണം എന്നാണ് അവർ യേശുവിനോട് പറയുന്നത്. 37 വാക്യം നോക്കുക. അവരുടെ അംബീഷൻ, അവരുടെ താല്പര്യം, അല്ലെങ്കിൽ അവരുടെ സ്ഥാനകാംക്ഷ എന്നതിനെ വിളിക്കാം. ഞങ്ങൾക്ക് ഈ സ്ഥാനം വേണം, ഞങ്ങൾക്ക് ഈ ആഗ്രഹം നീ സാധിപ്പിച്ചു തരണം. ദിസ് ഈസ് അവർ അംബീഷൻ. പ്രിയമുള്ളവരെ, നമ്മുടെ സ്വന്തമായ വ്യക്തിപരമായ അംബീഷൻസ്, അഭിലാഷങ്ങൾ, പ്രത്യേകമായി നമ്മുടെ സ്വാർത്ഥപരമായ ആഗ്രഹങ്ങൾ, ദൈവരാജ്യത്തിൽ നാം നമ്മെ തന്നെ ഉയർത്തുന്നവരായിട്ടല്ല, നമ്മെ തന്നെ താഴ്ത്തുന്നവരായിട്ടാണ് നാം ആയിരിക്കേണ്ടത്. ഇവിടെ ശിഷ്യന്മാരുടെ ഈ അഭ്യർത്ഥന അവരെ തന്നെ ഉയർത്തുവാനുള്ള അവരുടെ ആഗ്രഹമാണ്, അവരുടെ അഭിലാഷമായിട്ട് അല്ലെങ്കിൽ അംബീഷനായിട്ട് ഇവിടെ വെളിപ്പെട്ട് വരുന്നത്. യേശുവിൻ്റെ രാജ്യത്തെക്കുറിച്ച് നാം നോക്കുമ്പോൾ യേശു പറഞ്ഞ കാര്യം നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 36-ാം വചനം നോക്കുക. ജോൺ 18:36. എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികം ആയിരുന്നുവെങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ ചേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. ഇതാണ് യേശുവിൻ്റെ കാഴ്ചപ്പാട്. മൈ കിങ്ഡം ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. ഭൗതികമായ ഒരു രാജ്യത്തിന് വേണ്ടിയല്ല, രാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയല്ല ഞാൻ വന്നത് എന്ന് യേശു പറഞ്ഞു. ഈ ശിഷ്യന്മാർ യേശുവിനോടൊപ്പം ഏതാണ്ട് 3.5 വർഷം പരിശീലനം നടത്തുകയും ഇടപെടുകയും പോവുകയും ശുശ്രൂഷ ചെയ്യുകയും യേശുവിനോട് കൂടെ നടന്ന് നല്ല ഉപദേശങ്ങളൊക്കെ കേൾക്കുകയും ചെയ്തുവെങ്കിലും ഈ അവസാന സമയത്തും അവർക്ക് വലിയവരാകണം എന്നുള്ള ആ സ്വയം ഉയർത്തുന്ന ആ ഒരു ചിന്ത അവർക്ക് മാറിയിട്ടില്ല. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? നമ്മെ സംബന്ധിച്ചും നാം ക്രിസ്തുവിനെ അറിഞ്ഞ അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ടും പലപ്പോഴും നമ്മുടെ സ്വയം, നമ്മുടെ ഈഗോ, ഞാൻ എന്ന് പറയുന്ന നമ്മുടെ ആ സ്വയം ഉയർന്നു വരികയും നമുക്ക് മുൻപൻ സ്ഥാനം കിട്ടണം, നമ്മെ എല്ലാവരും ശ്രദ്ധിക്കണം, നമുക്ക് മുൻപിൽ നിൽക്കണം എന്നുള്ള ആഗ്രഹം പലപ്പോഴും വരും. എന്നാൽ അത് തെറ്റാണെന്ന് തിരിച്ചറിയണം. ഇന്ന് അത് തിരിച്ചറിയണം. അത് തെറ്റായ ഒരാഗ്രഹമാണ്. യേശു അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. യേശു അതിന് മറുപടി കൊടുത്തു. നമുക്ക് ഈ ഒരു ദർശനമുണ്ടോ? ഈ ഭൂമിയിൽ വലിയവനാകാനും നേട്ടങ്ങൾ കൊയ്യാനും അതൊന്നും എൻ്റെ ആഗ്രഹമല്ല, എൻ്റെ ലക്ഷ്യമല്ല. ദൈവരാജ്യമാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ ഈ ലോകക്കാരനല്ല, ലോകക്കാരിയല്ല എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ആ ഒരു ദർശനം ഉണ്ടായിരിക്കണം. 38-39 വാക്യങ്ങളിൽ യേശുവിനോട് ചോദിക്കുകയാണ്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുമോ? ഞാൻ ഏൽക്കുന്ന സ്നാനം നിങ്ങൾ ഏൽക്കുമോ? അവർ പെട്ടെന്ന് ഉവ്വ്, അതെ, ഞങ്ങൾ ഏൽക്കാൻ തയ്യാറാണ് എന്നങ്ങ് പറയുകയുണ്ടായി. അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ അതിൻ്റെ വില മനസ്സിലാക്കുകയോ ഒന്നും ചെയ്യാതെയാണ് അവർ പെട്ടെന്ന് മറുപടി പറയുന്നത്. നാമും പലപ്പോഴും പത്രോസിനെ പോലെ ഇങ്ങനെയൊക്കെയുള്ള പ്രസ്താവനകൾ ചെയ്യുന്നവരാണ്. കർത്താവേ, നിന്നോടുകൂടെ മരിക്കാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പത്രോസ് ഒരിക്കൽ പറഞ്ഞു. എങ്കിലും അവൻ വളരെ വേഗം യേശുവിനെ തള്ളിപ്പറയുന്നതായിട്ടൊക്കെ നാം കാണുന്നുണ്ട്. അധികമൊന്നും ആലോചിക്കാതെയാണ് ഈ ശിഷ്യന്മാർ ഇത് പറയുന്നത്. ഞങ്ങൾ കഷ്ടപ്പാടുകൾ സ്വീകരിക്കുവാൻ ഈ പാനപാത്രവും ഈ ബാപ്റ്റിസവും ഈ സ്നാനവും ഒക്കെ എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എന്നോട് ചേർന്ന് കഷ്ടപ്പെടാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഇതാണ് ശിഷ്യന്മാർ പറയുന്നത്. അവരുടെ ഒരു സെൽഫ് കോൺഫിഡൻസ്, സ്വയമുള്ള ഒരു ധൈര്യത്തിലാണ് അവരിത് പറയുന്നത്. എങ്കിലും അവർക്ക് പലപ്പോഴും അത് സാധിക്കാതെ വന്നു. എന്നാൽ നമുക്ക് ഒടുവിലേക്ക് നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ കുറച്ച് കഴിയുമ്പോൾ ഈ 2 ശിഷ്യന്മാരും, അവർ സഹോദരങ്ങളാണ്, അവരെ ഇടിമക്കൾ എന്നാണ് യേശു വിളിച്ചത്. ബോയനേർഗസ് എന്നവരെ വിളിച്ചു. ഈ യാക്കോബും യോഹന്നാനും അവർ യേശുവിന് വേണ്ടി കഷ്ടത സഹിച്ചു. യാക്കോബാണെങ്കിൽ രക്തസാക്ഷിയായിട്ടാണ് മരിച്ചത്. നമുക്കത് വായിക്കാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായം 1-ാം വചനം 1-2 വാക്യങ്ങൾ നോക്കാം. ആക്ട്സ് 12:1-2. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കുവാൻ കൈ നീട്ടി. യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. അത് നാം ഇവിടെ കാണുന്നു. ഹെരോദ രാജാവ് യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു. യേശുവിന് വേണ്ടി രക്തസാക്ഷിയാകുവാൻ ആ ഒരു ഭാഗ്യം യാക്കോബിന് ലഭിച്ചു. യോഹന്നാനെ സംബന്ധിച്ച് യോഹന്നാൻ പെട്ടെന്ന് കൊല്ലപ്പെട്ടില്ല. ഏതാണ്ട് 95 വയസ്സ് വരെ യോഹന്നാൻ ജീവിച്ചിരുന്നു. എന്നാൽ ഒടുവിൽ അദ്ദേഹം നാട് കടത്തപ്പെട്ടു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 9-ാം വചനം നോക്കുക. Revelation chapter 1
വേഴ്സ് 9. നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. ഇവിടെ യോഹന്നാൻ ഒറ്റയ്ക്കായിട്ട് അങ്ങ് ദൂരെയുള്ള ഒരു ദ്വീപിൽ നാട് കടത്തപ്പെട്ടവനായി വലിയ കഷ്ടത സഹിച്ചുകൊണ്ട് അവിടെ ആയിരിക്കുന്നു. യേശുവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ യോഹന്നാനും അനുവാദമുണ്ടായി, സാധ്യതയുണ്ടായി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നാം പത്രോസിനെ പോലെ വളരെ വേഗം ഓരോ കാര്യങ്ങൾ അങ്ങ് പറയുന്നവരാണ്. എങ്കിലും നാം അതിന് തയ്യാറാണോ? ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കാം. നാം ഓരോരുത്തരും ഇനി വരുന്ന കഷ്ടതകളോ ഉപദ്രവങ്ങളോ പീഡനങ്ങളോ സഹിക്കുവാൻ ഒരുക്കമുള്ളവരാണോ? ശരിക്കും ഒരുക്കമുള്ളവരാണോ? ആർ വി റിയലി റെഡി ടു സഫർ? വാസ്തവത്തിൽ നാം ഒന്നും റെഡി അല്ല. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, എനിക്ക് കഷ്ടങ്ങൾ സഹിക്കുവാനും അങ്ങയ്ക്ക് വേണ്ടി അപമാനം ഏൽക്കുവാനും അല്ലെങ്കിൽ ഉപദ്രവമോ അടിയോ ഒക്കെ കൊള്ളുവാനും ഒരവസരമുണ്ടായാൽ അതിന് ഉള്ള കൃപ എനിക്ക് നൽകണമേ. പിടിച്ചു നിൽക്കുവാൻ, ഭയപ്പെട്ടു പോകാതെ ദൈവമേ നിൽക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം. അടുത്ത വചനങ്ങൾ നോക്കാം. 40-41 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും യേശു എന്താ മറുപടി പറഞ്ഞത്? എൻ്റെ വലത്തും ഇടത്തും ഇരിക്കാൻ വരം നൽകുന്നതോ എൻ്റേതല്ല, അത് ഞാനല്ല വരം നൽകുന്നത്, അത് ഒരുക്കപ്പെട്ടിരിക്കുന്നവർക്ക് അത് കിട്ടും എന്ന് പറഞ്ഞു. അത് ശേഷം 10 പേരും കേട്ടിട്ട് യാക്കോബിനോടും യോഹന്നാനോടും നീരസപ്പെട്ടു. ഈ ശിഷ്യന്മാരാരും എല്ലാം തികഞ്ഞവരായിരുന്നില്ല. 3.5 വർഷം യേശുവിനോടൊപ്പം ആയിരുന്നിട്ടും അല്പം നീരസവും അല്പം സങ്കടവും വിഷമവും ആരാണ് വലിയവനെന്നുള്ള ചിന്തയും ഒക്കെ അവരുടെ ഇടയിലുണ്ട്. ഇതൊക്കെ ശരിയാകുവാൻ കാലങ്ങളെടുക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ യേശു പറയുകയാണ്, അത് പിതാവിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. എൻ്റെ ഇടത്തും വലത്തും മഹത്വത്തിൽ ആരിയ്ക്കുമെന്നുള്ളത് ഞാനല്ല നിശ്ചയിക്കുന്നത്, അത് പിതാവിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ കാര്യങ്ങൾക്കും നമുക്കറിഞ്ഞുകൂടാ. യേശുവിന് പോലും എല്ലാ കാര്യങ്ങളെയും പിതാവ് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. ആരാണ് ഇടത്തും വലത്തും ഇരിക്കുന്നത് എന്നുള്ളത് യേശുവിന് അറിഞ്ഞുകൂടാ. അത് പിതാവിനാണ് അറിയാവുന്നത്. പിതാവിൻ്റെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ് എന്ന് യേശു പറഞ്ഞു. യേശുവിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ചും ഒരിക്കൽ സംസാരിച്ചപ്പോൾ യേശു പറഞ്ഞു, അത് പുത്രനും കൂടെ അറിയുന്നില്ല, നാളും നാഴികയും പുത്രനും കൂടെ അറിയുന്നില്ല, അത് പിതാവിൻ്റെ അധികാരത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. ഇത് കേട്ടപ്പോൾ അവർക്ക് ഒരുപക്ഷെ ഈ 2 പേർക്കും അല്പം ലജ്ജയുണ്ടായി കാണും. മറ്റ് 10 പേരും ഇവരോട് മുഖം തിരിച്ചു അല്ലെങ്കിൽ നീരസപ്പെട്ടു. ഇവരെന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് എന്ന് അവരെക്കുറിച്ച് പറഞ്ഞു കാണും. നമ്മെ തന്നെ ഉയർത്തുവാനും വലിയ സ്ഥാനങ്ങൾ ആഗ്രഹിച്ച് ജീവിക്കുകയും നാം ചെയ്യണ്ട. താഴ്മയോടിരിക്കുവാനും ക്രിസ്തുവിൻ്റെ നാമത്തിൽ കഷ്ടാനുഭവങ്ങൾ സഹിക്കുവാനുമുള്ള ഒരുക്കത്തോടെ നാം ജീവിക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവരാജ്യത്തിലെ ചില ജീവിത തത്വങ്ങളെക്കുറിച്ച് യേശു തുടർന്നുള്ള ചില വാക്യങ്ങളിൽ സംസാരിക്കുന്നു. 10-ാം അധ്യായം 42 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കാം. യേശു അവരോട് ഈ സംഭാഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില ലൈഫ് പ്രിൻസിപ്പിൾസ്, ചില ജീവിതത്തിൻ്റെ പ്രമാണങ്ങൾ അവരെ പഠിപ്പിച്ചു. അതിൻ്റെ പശ്ചാത്തലം ഞങ്ങൾക്കിടത്തും വലത്തും ഇരിക്കണം, ഞങ്ങൾക്ക് ഉയർന്ന പദവി വേണമെന്ന് ഇവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് യേശു ഈ പഠിപ്പിക്കലുകൾ അവർക്ക് നൽകുന്നത്. നമുക്ക് ആ ഭാഗം നോക്കാം. യേശു അവരെ അടുക്ക വിളിച്ചു. 42-ാം വചനം. അവരോട്, ജാതികളിൽ അധിപതികളായവർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു, അവരിൽ മഹത്തുക്കളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. ശ്രദ്ധിക്കുക, യേശു ഈ പ്രിൻസിപ്പിൾ, ആത്മീയ ജീവിതത്തിൻ്റെ ഈ ചില പാഠങ്ങൾ യേശു അവരെ പഠിപ്പിക്കുകയായിരുന്നു ചെയ്തു. അത് ശിഷ്യന്മാരെ മാത്രമല്ല, ഇന്ന് നമ്മെ ഓരോരുത്തരെയും കർത്താവ് അത് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നമ്മോട് കർത്താവ് പറയുന്നത്. വിജാതീയരായ രാജാക്കന്മാരും ക്രിസ്തുവും തമ്മിലുള്ള ഒരു താരതമ്യമാണ് നാം ഇവിടെ കാണുന്നത്. വിജാതീയരായ രാജാക്കന്മാർ, ഈ ലോകത്തിൻ്റെ രാജാക്കന്മാരും അധിപതികളും ഒക്കെ തങ്ങളുടെ കീഴിലുള്ളവരുടെ മേൽ അധികാരം നടത്തുകയും അവരെ അടിച്ച് ഭരിച്ച് അവരുടെ മേൽ അധികാരം നടത്തി അവരെ ഭരിച്ച് അധികാരം എടുത്തുകൊണ്ട് പോകാൻ നേതാക്കന്മാരും രാജാക്കന്മാരും ഒക്കെ ആഗ്രഹിക്കുന്നു. എന്നാൽ യേശു പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത്. നിങ്ങൾ വിജാതീയരായ ലോക മനുഷ്യരെ പോലെ ആകരുത്.
നിങ്ങളെ ഞാൻ പാഠങ്ങൾ ഇതാ പഠിപ്പിച്ചു തരികയാണ്. ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ദാസനെ പോലെയാണ്. നിങ്ങളുടെ കാലുകളെ കഴുകുന്ന ഒരു ദാസനെ പോലെയാണ് ഞാൻ. ഞാൻ നിങ്ങളുടെ കർത്താവും ഗുരുവുമാണ്. എങ്കിലും കാല് കഴുകുന്ന, സ്നേഹിക്കുന്ന ഒരു ദാസൻ്റെ നിലയിലാണ് ഞാൻ നിങ്ങളുടെ നേതൃത്വം വഹിക്കുന്നത് എന്ന് യേശു അവരെ പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് ക്രിസ്തീയ സഭയിലെ നേതൃത്വം അത് ദാസനായിക്കൊണ്ടുള്ള ഒരു നേതൃത്വമാണ്. സെർവൻറ്റ് ലീഡർഷിപ്പ് എന്ന് അതിനെ വിളിക്കാം. ദാസന്മാരായിരുന്നു കൊണ്ട് നേതൃത്വം നടത്തുക. ഈ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇത് കണ്ട് മനസ്സിലാക്കിയ പത്രോസ് താൻ ലേഖനം എഴുതുമ്പോൾ ഈ കാര്യം കുറച്ചുകൂടെ വിശദമാക്കി സംസാരിക്കുന്ന ഭാഗം നമുക്ക് നോക്കാം. 1 പത്രോസ് 5-ാം അധ്യായം ആദ്യത്തെ ചില വചനങ്ങൾ നോക്കാം. 2-ാം വാക്യം മുതൽ, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവീൻ, നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാം വണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവീൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. യേശുവിൽ നിന്നും പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് പത്രോസ് ഇവിടെ ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. യേശുവിൽ നിന്ന് താൻ പഠിച്ച കാര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, നാം ഇത് പഠിച്ചിട്ടുണ്ടോ? ദൈവം നമ്മെ ഈ കാലങ്ങളിൽ എന്താണ് ദാസനായിരുന്നു കൊണ്ടുള്ള നേതൃത്വം എന്നുള്ളത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സെർവൻഹുഡ്, ദാസനായിരിക്കുക. ഈ ലോകത്തിലെ സംഘടനകളും കമ്പനികളും വലിയ സ്ഥാപനങ്ങളും ഒക്കെ അവരുടെ ആളുകളെ വിലയിരുത്തുന്നത് അവരുടെ അച്ചീവ്മെൻറ്റ്സ്, അവരുടെ നേട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ദൈവരാജ്യത്തിൽ അങ്ങനെയല്ല. മറ്റുള്ളവർക്ക് നിസ്വാർത്ഥമായ സേവനം കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മഹത്വം ദൈവരാജ്യത്തിൽ നിശ്ചയിക്കപ്പെടുന്നത്. നാം അതിന് ഒരുക്കമുള്ളവരാണോ? 45-ാം വാക്യം നോക്കുക. യേശു തന്നെക്കുറിച്ച് തന്നെ പറയുകയാണ്, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. ഈ വചനം നാം വളരെ ശ്രദ്ധയോടെ ഉൾക്കൊള്ളേണ്ട ഒരു ദൈവവചനമാണ്. യേശു എന്തിനാണ് വന്നത്? നോട്ട് ടു ബി സെർവ്ഡ് ബട്ട് ടു സെർവ്. നിങ്ങൾ എന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഞാൻ വലിയ രാജാവായി അധികാരിയായി വന്നതല്ല, മറിച്ച് ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടി വന്ന നേതാവാണ് എന്നാണ് യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ ഒരു ദർശനം സഭയിൽ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം. സഭയിൽ നേതൃത്വം കൊടുക്കുന്നവർക്കും, മൂപ്പന്മാർക്കും, പാസ്റ്റർമാർക്കും, ഓരോ ഉത്തരവാദിത്വം എടുക്കുന്ന എല്ലാവർക്കും മറ്റുള്ളവർ എന്നെ സേവിക്കണം, എന്നെ ആദരിക്കണം, ബഹുമാനിക്കണം എന്നല്ല നാം കരുതേണ്ടത്. അതവർ ചെയ്തു കൊള്ളട്ടെ, ചെയ്തില്ലെങ്കിലും അതിൽ വിഷമിക്കേണ്ടതില്ല. മറിച്ച് ദൈവം നമ്മെ വിളിച്ചത് മറ്റുള്ളവരെ സേവിക്കാൻ വേണ്ടിയാണ്. യേശു പറയുന്നത് വളരെ വ്യക്തമായിട്ട്, അതിന് വിശദീകരണം ആവശ്യമില്ല. മനുഷ്യപുത്രനായ ഞാൻ ഈ ഭൂമിയിൽ വന്നത് നിങ്ങളെക്കൊണ്ട് എനിക്ക് ശുശ്രൂഷ ചെയ്യിപ്പിക്കാൻ, ഡിമാൻഡ് ചെയ്യാൻ വേണ്ടി അല്ല വന്നത്. ഞാൻ വന്നത് ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. എന്താണ് ഈ മറുവില അഥവാ റാൻസം എന്ന് പറയുന്നത്? ആ വചനം അതിനെക്കുറിച്ച് 2 വാക്ക് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഈ മറുവില എന്ന് വെച്ചാൽ ഒരു അടിമയെ സ്വതന്ത്രനാക്കുവാൻ വേണ്ടി ഒരാൾ അതിൻ്റെ അടിമയുടെ ഉടമസ്ഥന് കൊടുക്കുന്ന വിലയാണ് റാൻസം അഥവാ മറുവില എന്ന് പറയുന്നത്. നമുക്ക് ഹോശേയയുടെ പുസ്തകത്തിൽ വായിക്കാൻ സാധിക്കും. ഹോശേയയുടെ ഭാര്യ അവിശ്വസ്തയായി തീർന്ന് അവൾ ഹോശേയെ വിട്ടുപോയി, പാപത്തിൽ ജീവിച്ചു, ജാരന്മാരോടൊപ്പം പോയി. എന്നിട്ടും ഹോശേയ സ്നേഹത്തോടെ അവളെ അന്വേഷിച്ച് കണ്ടെത്തി. ഒടുവിൽ അവൾ അടിമച്ചന്തയിൽ വിൽപ്പനയ്ക്കായി നിർത്തിയിരിക്കുന്ന ഒരാളായിട്ട് ഹോശേയ അവളെ കണ്ടു. എന്നിട്ട് അവൾക്കുള്ള വില കൊടുത്ത് അവളെ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു. ഇനിയും നീ എന്നോടൊപ്പം അടങ്ങി പാർക്കണം എന്ന് പറയുന്നൊരു ഭാഗം നാം ഓർക്കുന്നുണ്ടായിരിക്കും. അതാണ് റാൻസം അഥവാ മറുവില എന്ന് വെച്ചാൽ. ഇതിനെക്കുറിച്ച് ചില രസകരമായ ചിന്തകളുണ്ട്. ആർക്കാണ് മറുവില യേശു കൊടുത്തത്? നമ്മെ സംബന്ധിച്ച് ദൈവം നമ്മെ പാപത്തിൻ്റെ അടിമത്തിൽ നിന്നാണ് വീണ്ടെടുത്തത്, വിടുവിച്ചത്. നമ്മളുടെ മറുവില യേശു ആർക്കാണ് കൊടുത്തത്? പിശാചിനാണോ കൊടുത്തത്? ഒരിക്കലുമല്ല. യേശു പിശാചിനും മറുവിലയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ മറുവില കൊടുത്തത് ദൈവത്തിനാണ്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് തൻ്റെ രക്തം ചിന്തിയപ്പോൾ ആ രക്തം ദൈവത്തിൻ്റെ നീതിയെ തെളിയിക്കുവാനായിട്ട് ആണ് ചിന്തിയത്. ദൈവം നീതിമാനാണ്, പാപിയെ ശിക്ഷിക്കണം. എന്നാൽ ആ പാപിയെ ശിക്ഷിക്കുന്ന ശിക്ഷ ഏൽക്കുവാൻ പാപിക്ക് കെൽപ്പില്ല. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു നമ്മുടെ സ്ഥാനത്ത് നമുക്ക് വേണ്ടി തൻ്റെ രക്തം ചിന്തി. ആ രക്തമാണ് മറുവിലയായി
പിതാവായ ദൈവത്തെ ഏൽപ്പിച്ചത്. ദൈവരാജ്യത്തിൽ അതിന് വലിയൊരു അർത്ഥമുണ്ട് എന്ന് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ നീതി അങ്ങനെ വെളിപ്പെട്ടു. പഴയ നിയമത്തിൽ ഒരു ദൃഷ്ടാന്തം നമുക്ക് കാണാൻ സാധിക്കും. സംഖ്യാപുസ്തകം എടുക്കാം. സംഖ്യാപുസ്തകം 3-ാം അധ്യായം 49-ാം വാക്യം. ലേവ്യരെ കൊണ്ട് വീണ്ടെടുത്തവരുടെ എണ്ണത്തെ കവിഞ്ഞുള്ളവരുടെ വീണ്ടെടുപ്പ് വില മോശെ വാങ്ങി. ഇസ്രായേൽ മക്കളുടെ ആദ്യജാതന്മാരോട് അവൻ വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 1365 ശേക്കൽ പണം വാങ്ങി. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ വീണ്ടെടുത്തവരുടെ വില മോശെ അഹരോനും അവൻ്റെ മക്കൾക്കും യഹോവയുടെ വചനപ്രകാരം കൊടുത്തു. ഇവിടെ റാൻസം അഥവാ മറുവില, വീണ്ടെടുപ്പ് വില, അതെല്ലാം ഒരേ കാര്യമാണ്. വീണ്ടെടുക്കാനുള്ള വില ആളുകളുടെ നിന്ന് വാങ്ങി അഹരോനെ ഏൽപ്പിച്ചു. അത് ദൈവത്തിന് കൊടുത്തതിൻ്റെ തുല്യമാണ്. നമ്മുടെ മറുവില കർത്താവായ യേശു നിവർത്തിച്ചു എന്ന് പറയുമ്പോൾ ആ മറുവില കൊടുത്തത് സാത്താൻ്റെ കയ്യിലല്ല, ദൈവത്തിൻ്റെ കയ്യിലാണ് കൊടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യേശുവിൻ്റെ രക്തമാണ് മറുവിലയായി, നമ്മുടെ വിലയായി താൻ കൊടുത്തത്. അതുകൊണ്ട് നാം കർത്താവിനോട് ഭക്തിയുള്ളവരും കടപ്പാടുള്ളവരുമായി സമർപ്പിതരായി ജീവിക്കേണ്ടത് ആവശ്യമാണ്. നാം ആരും നമുക്കുള്ളവരല്ല, ദൈവത്തിനുള്ളവരാണ്. നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിനായിട്ട് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവശബ്ദം കേട്ടുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഓക്കെ, നമുക്ക് മുമ്പോട്ട് പോകാം. 3-ാമത്തെ സെക്ഷൻ ഇന്ന് പഠിക്കാൻ പോകുന്നത് അത് ഈ അധ്യായത്തിൻ്റെ അവസാനം വരെയുള്ള വചനങ്ങളാണ്. 10-ാം അധ്യായം 46 മുതൽ 52 വരെ നമുക്ക് നോക്കാം. ബർത്തിമായി എന്ന കുരുടനായ ഒരു വ്യക്തിയെ, ഒരു ഭിക്ഷക്കാരനായി ഇരുന്ന ആ കുരുടനെ യേശു സൗഖ്യമാക്കുന്ന ഭാഗമാണ്, നമുക്ക് പരിചയമുള്ള ഭാഗമാണ്. നമുക്കതുകൊണ്ടത് വേഗത്തിൽ ചിന്തിച്ച് അതിൽ നിന്ന് ഉള്ള ചില നല്ല പാഠങ്ങൾ പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം. 46-ാം വചനം വായിച്ചാൽ യേശുവും ശിഷ്യന്മാരും യെരിഹോ പട്ടണത്തിൽ, യെരിഹോ ആ നഗരത്തിൽ വന്നു എന്നവിടെ കാണാൻ സാധിക്കും. 46-ാം വചനം. അവർ യെരിഹോവിലെത്തി. പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാരത്തോടും കൂടെ യെരിഹോവിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമായിയുടെ മകനായ ബർ തിമായി എന്ന കുരുടനായ ഒരു ഭിക്ഷക്കാരൻ വഴിയരികെ ഇരുന്നിരുന്നു. ഇതാണ് സംഭവം. അവർ യെരിഹോവിൽ വന്നു. അവിടെ നിന്ന് വീണ്ടും തെക്കോട്ട് യെരുശലേമിലേക്ക് അവർ യാത്ര പുറപ്പെടുകയാണ്. ഈ യെരിഹോ പട്ടണം ആ കാലത്ത് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പട്ടണമായിരുന്നു. മഹാനായ ഹെരോദ രാജാവാണ് ഈ യെരിഹോ പട്ടണം ഈ രീതിയിൽ പണിതുറപ്പിച്ചത് എന്ന് കാണാൻ സാധിക്കും. അത് യഹൂദ്യ മരുഭൂമിയിലുള്ള ഒരു പട്ടണമാണ്. യോർദാൻ നദിയോട് ചേർന്നാണ് ഈ യെരിഹോ പട്ടണമായിരിക്കുന്നത്. നാം ഇസ്രായേൽ മക്കളുടെ യാത്ര പരിശോധിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. അവർ യോർദാൻ നദി കടന്നാണ് യെരിഹോവിൽ പ്രവേശിക്കുന്നത്. ഇവിടെ യേശുവും ശിഷ്യന്മാരും യെരിഹോ വിട്ട് യെരുശലേമിലേക്ക് യാത്ര പുറപ്പെട്ട സമയത്താണ് വഴിയരികിൽ കുരുടനായ ഒരു ഭിക്ഷക്കാരൻ ഇരിക്കുന്നു. അവൻ്റെ പേര് ബർ തിമായി, തിമായിയുടെ മകൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഈ ബർ തിമായെക്കുറിച്ച് സന്തോഷകരമായ ചില കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ഈ അന്ധനായ ഈ ഭിക്ഷക്കാരൻ, അവൻ്റെ ജീവിതത്തെക്കുറിച്ച് തുടർന്നുള്ള വചനങ്ങൾ വായിച്ചാൽ 9 കാര്യങ്ങൾ കാണാൻ സാധിക്കും. ഞാനത് മുഴുവൻ വായിക്കുന്നില്ല. അവിടെ പറയുന്ന കാര്യങ്ങൾ, അവൻ അന്ധനായിരുന്നു, കണ്ണ് കാണാൻ മേല. അവൻ ജന്മനാ അന്ധനായിരുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടണം, ഐ വോണ്ട് ടു റീഗെയിൻ മൈ സൈറ്റ് എന്നവൻ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അവൻ്റെ ജീവിതത്തിൽ കുറച്ച് കാലം അവന് കാഴ്ചയുണ്ടായിരുന്നു, ഇപ്പോൾ അന്ധനാണ്. 2-ാമത്തെ കാര്യം, അവൻ ഇന്ന് ഭിക്ഷക്കാരനാണ്. 3-ാമത്തെ കാര്യം, അവൻ ശ്രദ്ധയോടെ കേൾക്കുന്നവനാണ്. യേശു വരുന്നു എന്ന് കേട്ടപ്പോൾ അവൻ ഉത്സാഹത്തോടെ കാര്യങ്ങൾ മുമ്പോട്ട് നീങ്ങുന്നു. അവൻ ഒച്ച വയ്ക്കുന്നു, വിളിച്ചു കൂവുന്നു, ഒക്കെ അവൻ ചെയ്യുന്നുണ്ട്. അവൻ ഉച്ചത്തിൽ യേശുവിനെ വിളിച്ചു. ആളുകൾ തടസ്സപ്പെടുത്തിയപ്പോൾ അത് വകവെക്കാതെ വീണ്ടും ഉച്ചത്തിൽ വീണ്ടും നിലവിളിച്ചു. യേശു അവനെ വിളിക്കുന്നു എന്ന് കേട്ടപ്പോൾ എല്ലാം മറന്ന് അവൻ്റെ പുതപ്പും എല്ലാം എറിഞ്ഞിട്ട് അവൻ മുമ്പോട്ട് ഓടി യേശുവിൻ്റെ അടുത്ത് ചെന്നു. യേശുവിനോട് ചോദിച്ചു, നിനക്ക് എന്ത് വേണം? ഞാൻ എന്ത് ചെയ്യണം നിനക്ക്? അവന് വേറെ അപേക്ഷയൊന്നുമില്ല, ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഗുരുവേ, റബ്ബോനി, എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടണം, എനിക്ക് കാഴ്ച പ്രാപിക്കണം. ഒരൊറ്റ കാര്യം. യേശു അവനെ സൗഖ്യമാക്കി. അവസാനമായിട്ടും അവൻ യേശുവിനെ അനുഗമിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ആ വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ അത് വിശദമായിട്ട് വായിച്ച് നോക്കി ധ്യാനിക്കണം. ഈ കാര്യങ്ങൾ മനസ്സിലാകും. ഞാൻ ഈ ചില കാര്യങ്ങൾ കുറച്ചുകൂടെ വിശദമാക്കി സംസാരിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. 1-ാമത്തെ കാര്യം,
അവൻ അന്ധനായ ഒരു ഭിക്ഷക്കാരനായിരുന്നു. ഏത് തലമുറയിലും അന്ധന്മാർ ദയനീയമായ അവസ്ഥയിൽ സഹതാപം അർഹിക്കുന്നവരാണ്. ഇയാളെ സംബന്ധിച്ചും അവരുടെ അന്നത്തെ ആ തലമുറയിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് സമൂഹത്തിൽ ആർക്കും വേണ്ടാത്ത ആളുകളാണ് അന്ധന്മാർ. അവർ വളരെ ഡിസഡ്വാൻറ്റേജ് ഉള്ളവരാണ്. അവർക്ക് കുറവുകളുണ്ട്. അവർക്ക് കണ്ണ് കാഴ്ചയില്ല. അതുകൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ നിവൃത്തിയില്ല. ജോലി ആരും അവർക്ക് കൊടുക്കുകയില്ല. ഈ കാലത്ത് അതിന് കുറച്ച് വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പഴയ നിയമത്തിൽ മോശയുടെ കൽപ്പന പ്രകാരം ഇങ്ങനെയുള്ള ബലഹീനരെ സമൂഹം താങ്ങണമെന്നും ഒക്കെ കൽപ്പനയുണ്ടായിരുന്നു. എങ്കിലും ഈ മനുഷ്യന് ബർത്തിമായിക്ക് അങ്ങനെയുള്ള സഹായമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് അവൻ വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിച്ചാണ് അവൻ ഉപജീവനം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ആ കാലത്ത് യഹൂദന്മാരായ ആളുകൾ, ശിഷ്യന്മാരും ഒക്കെ വിശ്വസിച്ചത് ഈ അന്ധനായിരിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശാപമാണെന്ന് അവർ കരുതിയിരുന്നു. അത് ഇവരുടെ കുടുംബത്തിലുള്ള എന്തോ പാവമാണ് അതിൻ്റെ കാരണം എന്നുള്ള നിലയിലാണ് അവർ അത് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ജോൺ 9:1, യോഹന്നാൻ 9-ാം അധ്യായം 1-2 വാക്യങ്ങൾ നോക്കുക. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. ഇത് മറ്റൊരാളാണ്. 2-ാം വചനം, അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കോണം ആര് പാപം ചെയ്തു, ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. കുരുടനായിരിക്കുക എന്ന് പറയുന്നത് ഒരു ദൈവത്തിൻ്റെ ശാപമാണ്, അനുഗ്രഹമല്ല. ഒന്നുകിൽ ഇവൻ പാപം ചെയ്തു, അല്ലെങ്കിൽ ഇവൻ്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തു. ഇവരിൽ ആരുടെ പാപമാണ് എന്നാണ് യേശുവിനോട് അവർ ചോദിക്കുന്നത്. എന്നാൽ യേശു എന്ത് മറുപടി പറഞ്ഞു? രണ്ടു കൂട്ടരുടെയും പാപമല്ല, ദൈവത്തിൻ്റെ ശാപവുമല്ല എന്ന് യേശു അവിടെ വ്യക്തമാക്കി. അവരുടെ ആ ചിന്തകളെ യേശു തിരുത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടപ്പാടുകളും വേദനകളും പ്രയാസങ്ങളും അത് നമ്മുടെ പാപത്തിൻ്റെ ഫലമാണെന്ന് എപ്പോഴും പറയാൻ സാധ്യമല്ല. ചിലപ്പോൾ അങ്ങനെ ആകാം. എങ്കിലും ബുദ്ധിമുട്ടും ഞെരുക്കങ്ങളും വേദനകളും നഷ്ടങ്ങളും അപമാനങ്ങളും ഒക്കെ വരുമ്പോൾ ദൈവം നമ്മെ ചില പാഠങ്ങൾ അതിൽ കൂടെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിലേക്ക് നോക്കുവാൻ ദൈവം നമ്മുടെ കണ്ണുകളെ തുറക്കുകയാണ്, നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ് എന്ന് നാം കരുതേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, യേശു വരുന്നു എന്ന് കേട്ടപ്പോൾ അവൻ ശ്രദ്ധിച്ച് കേട്ടു. അവൻ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട് യേശു എന്നുള്ളൊരു ഗുരുവുണ്ട്. അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്, അവൻ ആളുകളെ സൗഖ്യമാക്കുന്നവനാണ്. അവനത് കേട്ടു, അവൻ കാര്യമായിട്ടത് മനസ്സിലാക്കി. ഇവിടെ യേശുവിൻ്റെ ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ അവൻ ശ്രദ്ധയോടെ അവൻ കേട്ടു എന്നവനെക്കുറിച്ച് കാണാൻ സാധിക്കും. പിന്നീട് അവൻ യേശുവിനെ എങ്ങനെയാണ് വിളിക്കുന്നത്? അവൻ യേശു വരുന്നെന്ന് കേട്ടപ്പോൾ, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ. യേശുവിനെ ദാവീദ് പുത്രൻ എന്ന് അതിനു മുമ്പ് ആരുമൊന്നും അധികം വിളിച്ചിട്ടില്ല. എന്നാൽ യേശുവിനെക്കുറിച്ചുള്ള ഒരു ദർശനം ഈ മനുഷ്യന് കിട്ടി. അവന് പരിമിതമായ അറിവും വിദ്യാഭ്യാസവുമേ ഉള്ളൂ. എങ്കിലും ദൈവവചനമായ പഴയ നിയമം അവന് കുറച്ചൊക്കെ വായിച്ച് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ കേട്ട് പഠിച്ചിട്ടുണ്ട്. അവൻ അതിൽ നിന്ന് മനസ്സിലാക്കി ഇനിയും വരാൻ പോകുന്ന മശിഹ, ക്രിസ്തു അഥവാ വീണ്ടെടുപ്പുകാരനായ മശിഹ, അവൻ ദാവീദിൻ്റെ പുത്രനാണെന്നുള്ള കാര്യം അവൻ അറിയാമായിരുന്നു. ഈ വരുന്ന യേശു മശിഹായാണ്, ക്രിസ്തുവാണ്, അവൻ ദാവീദ് പുത്രനാണ് എന്നൊരു ബോധ്യം തൻ്റെ തലമുറയിൽപ്പെട്ട മിക്കവർക്കും ഇല്ല. പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും മതമേധാവികൾക്കും ശിഷ്യന്മാർക്ക് പോലും അതിന് വ്യക്തതയില്ലാതിരിക്കുമ്പോൾ ഈ അന്ധനായ മനുഷ്യന് ദൈവം ആ ജ്ഞാനം കൊടുത്തത് എത്ര ആശ്ചര്യകരമാണെന്ന് നോക്കുക. യെശയ്യാവിൻ്റെ പുസ്തകം 11-ാം അധ്യായം 1-ാം വചനം, ഐസയ 11:1. എന്നാൽ ഇശ്ശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും. യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രവചനമാണിത്. ഇനി യെശയ്യാവ് 9-ാം അധ്യായം 7-ാം വചനം നോക്കുക. അവൻ്റെ ആധിപത്യത്തിൻ്റെ വർധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാവുകയില്ല. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജത്വത്തിലും ഇന്നു മുതൽ എന്നേക്കും അവൻ അതിനെ ന്യായത്തോടും നീതിയോടും കൂടെ സ്ഥാപിച്ച് നിലനിർത്തും. ഈ വചനങ്ങളൊക്കെ ഈ ബർത്തിമായിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈ വരുന്ന അത്ഭുതങ്ങൾ ചെയ്യുന്ന യേശു ദാവീദ് പുത്രനാണ്, അവൻ മശിഹ ആണ്, അവൻ ക്രിസ്തുവാണ് എന്നൊക്കെയുള്ള കാര്യം അവന് മനസ്സിലായത്. സഹോദരങ്ങളെ, യേശുവിനെക്കുറിച്ചുള്ള ശരിയായ ദർശനം ഈ കാലങ്ങളിൽ നാം പ്രാപിക്കണം. കേവലം അറിവല്ല. ഈ മനുഷ്യനെ സംബന്ധിച്ച് അവന് ലഭിച്ച അറിവ് അവൻ കാര്യമായിട്ട് മനസ്സിലാക്കി. ആ ഒരു ഉൾക്കാഴ്ച, അവൻ്റെ കണ്ണിന് കാഴ്ചയുണ്ടായിരുന്നില്ലെങ്കിലും ആ ഒരു ആത്മീയമായ ഉൾക്കാഴ്ച അവന് കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് യേശുവെ ദാവീദ് പുത്ര എന്നവൻ വിളിച്ചത്. ആദ്യം വിളിച്ചപ്പോൾ ആളുകൾ അവനെ നിരുത്സാഹപ്പെടുത്തി, മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു. എന്നാൽ
അവൻ ആവശ്യക്കാരനായതുകൊണ്ട് അവൻ വീണ്ടും ഉത്സാഹത്തോടെ ശുഷ്കാന്തിയോടെ ഉറക്ക നിലവിളിച്ചു. ഹി വാസ് എ സെലസ് പേഴ്സൺ. അവൻ ഉറക്ക നിലവിളിച്ചു. യേശു അവനെ വരാൻ പറഞ്ഞു. അവൻ്റെ അഭ്യർത്ഥന യേശു കേട്ടു. അവനെ വിളിക്കുക എന്ന് പറഞ്ഞു. ഉടനെ ആളുകൾ പറഞ്ഞു, നീ ചെല്ല, യേശു നിന്നെ വിളിക്കുന്നു. അവൻ പുതപ്പൊക്കെ എറിഞ്ഞു കളഞ്ഞു. ഒരുപക്ഷെ അവൻ്റെ ഭിക്ഷപാത്രവും അതിലുണ്ടായിരുന്ന നാണയത്തുട്ടുകളും ഒക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അതൊന്നും അവൻ മൈൻഡ് ചെയ്യുന്നില്ല, വകവെക്കുന്നില്ല. യേശുവിൻ്റെ ദർശനം കിട്ടുമ്പോൾ, യേശുവിനെ അറിയുമ്പോൾ, ഈ ലോകത്തിൻ്റെ നേട്ടങ്ങളും കാര്യങ്ങളും പുതപ്പും ഇങ്ങനെ ഭൗതികമായ കാര്യങ്ങളൊക്കെയും തള്ളിക്കളഞ്ഞ് ഈ മനുഷ്യനെ പോലെ മുമ്പോട്ട് പോകുവാൻ നമ്മിൽ എത്ര പേർ മനസ്സ് വയ്ക്കും? നമുക്കത് തീരുമാനിക്കാമോ? കർത്താവേ, അങ്ങയുടെ വിളി ഞാൻ കേട്ടു. എൻ്റെ ഈ ഭിക്ഷപാത്രവും പുതപ്പും ഒന്നും എനിക്ക് വിഷയമല്ല. എനിക്ക് യേശുവിൻ്റെ അടുത്ത് ചെല്ലണം. അവൻ മുമ്പോട്ട് ഓടി. അടുത്ത വാക്യത്തിൽ നാം കാണുന്നു, അവനോട് യേശു ചോദിച്ചു, നിനക്ക് എന്ത് വേണം? ഞാൻ എന്ത് ചെയ്തു തരണം? കർത്താവേ, എനിക്കൊരു വീട് വേണം. അങ്ങനെയൊന്നും അവൻ പറയുന്നില്ല. മറ്റെന്തെങ്കിലും സമ്പത്തോ ധനമോ മറ്റെന്തെങ്കിലും സൗകര്യങ്ങളോ ഒന്നും അവൻ ചോദിക്കുന്നില്ല. അവൻ പറയും, എനിക്ക് ഒറ്റ താല്പര്യമേ ഉള്ളൂ, കർത്താവേ, എൻ്റെ കാഴ്ച തിരിച്ചു കിട്ടണം. ഐ വോണ്ട് ടു റീഗെയിൻ മൈ സൈറ്റ്. അവൻ വെളിച്ചത്തെ വിലമതിക്കുന്നവനായിരുന്നു. അവൻ ആ ഒറ്റ കാര്യം പറഞ്ഞു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരേ ലക്ഷ്യമുള്ളവരായി ഒരു കാര്യം മാത്രം മുറുകെ പിടിക്കുന്നവരായി മുമ്പോട്ട് പോയാൽ അത് വലിയ അനുഗ്രഹമാണ്. വെളിച്ചവും നിറങ്ങളും ഒക്കെ കാണുവാൻ അവന് വീണ്ടും ആഗ്രഹമുണ്ട്. യേശു അതിനെ മാനിച്ചു, അവൻ്റെ അഭ്യർത്ഥന മാനിച്ചു. അവന് വെളിച്ചം കിട്ടി, അവൻ്റെ കണ്ണ് തുറന്നു, അവൻ സൗഖ്യമായി. അടുത്ത കാര്യം ഏറ്റവും കൂടുതൽ പറയുന്നു, അവൻ യേശുവിനെ അനുഗമിച്ചു. അവൻ യേശുവിനോട് പെർമിഷനൊന്നും ചോദിക്കുന്നില്ല. ഗുരു, ഞാനും കൂടെ വന്നോട്ടെ. അവന് അനുഗമിക്കാനുള്ളൊരു ധൈര്യമുണ്ടായിരുന്നു. അവൻ യേശുവിനെ അനുഗമിച്ചു. യേശുവിനെ അനുഗമിക്കുവാൻ ഈ കാലത്ത് ആരുടെയും പെർമിഷൻ ആവശ്യമില്ല, ആരുടെയും അനുവാദം ആവശ്യമില്ല. നമുക്കൊക്കെയും യേശുവിനെ അനുഗമിക്കുവാൻ സാധിക്കും. അതിനുള്ള വില കൊടുത്ത് മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരു ഭൂതഗ്രസ്തനെ യേശു സൗഖ്യമാക്കി, ഭൂതത്തെ പുറത്താക്കിയപ്പോൾ അവൻ ആഗ്രഹിച്ചുവെങ്കിലും യേശു അവനോട് പറഞ്ഞു, നീ വീട്ടിൽ പോയി സാക്ഷ്യം പറഞ്ഞാൽ മതി, നീ എൻ്റെ കൂടെ വരണ്ട എന്ന് പറഞ്ഞു. ഇവിടെ ഇവൻ ചോദിക്കുന്നൊന്നുമില്ല, ഇവൻ യേശുവിനെ അനുഗമിക്കുകയാണ്. ഓരോ ഇടത്തും കർത്താവിൻ്റെ വേല, പ്രവൃത്തി ഓരോ രീതിയിലാണ് നാം കാണുന്നത്. നമുക്ക് യേശുവിനെ അനുഗമിക്കുവാൻ ഈ ബർത്തിമായെ പോലെ ഒരു നല്ല മനസ്സോടെ ക്രിസ്തുവിനെ പിൻചെല്ലുവാൻ നമ്മിൽ എത്ര പേർ തീരുമാനിക്കും? യേശുവേ, അവിടുന്ന് എൻ്റെ കണ്ണുകളെ തുറന്നു തന്നിരിക്കുന്നു. എനിക്കിന്ന് കാണാം, എനിക്ക് ആത്മീയ വെളിച്ചമുണ്ട്, ആത്മീയമായ യാഥാർത്ഥ്യങ്ങളെ ഞാൻ തിരിച്ചറിയുന്നു. അങ്ങേ അനുഗമിക്കുവാൻ ഞാൻ മനസ്സ് വച്ചിരിക്കുന്നു. ഇന്ന് രാത്രി ആ തീരുമാനത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാമോ? കർത്താവ് നമ്മെ ഇന്ന് രാത്രി അതിനായിട്ട് ആഹ്വാനം ചെയ്യുകയാണ്. അവനെ അനുഗമിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ നമുക്ക് തീരുമാനിക്കാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.